നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ കക്കറോട്ടിയുടെ റെസിപ്പിയാണ്. കക്കറോട്ടി അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തിരി എന്ന് പറയും. പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയായത്. പക്ഷേ ഇന്നും പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യുന്ന ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. നമുക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ആയത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബീഫാണ്. ബീഫിൻ്റെ ഒരു ഗ്രേവി റെഡിയാക്കും. അതിൻ്റെ ഒന്നിച്ച് തന്നെ ചെറിയ കുഞ്ഞിപ്പത്തിരി റെഡിയാക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ബീഫിന് പകരം ചിക്കനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബീഫ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബീഫിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കക്കറൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിന് ഇതുപോലെ നേർത്ത വിധത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ 1 കിലോ ചിക്കനിലേക്കാണ് ഞാനൊരു വലിയ സവാള എന്നുള്ള അളവിൽ പറയുന്നത്. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ 2 സവാള എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വഴറ്റിയെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കണം. ഞാനിവിടെ 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 6 വലിയ വെളുത്തുള്ളി, 3 പച്ചമുളക് ഇത്രയാണ് എടുത്തിന്. ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് നല്ല രീതിയിൽ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒന്നിച്ച് തന്നെ 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ വീണ്ടും 1-2 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ ആ പച്ചമണം മാറുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി തന്നെ എടുത്തിന്. എത്രയാണോ നമ്മൾ സവാള എടുത്തിന് അതേ അളവ് തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട. തക്കാളിയിൽ നിന്ന് തന്നെ ആ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരണം. തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടുന്ന വിധത്തിലാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചേർത്ത് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ മാത്രമേ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് ചിക്കൻ ചേർക്കുന്നുണ്ട്. ചിക്കനും ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് മസാലയെല്ലാം പിടിച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കപ്പാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഇത് മൂടി വെച്ച് വേവിപ്പിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഏകദേശം 3 വിസിലിൽ തന്നെ ഇത് വെന്ത് വരും. അപ്പോൾ നിങ്ങൾ ബീഫെല്ലാം എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് വേവിൽ മാറ്റം വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മൾക്കിത് മൂടി വെച്ചിട്ട് വേവിപ്പിക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഫ്രഷായിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. ഒരു ചെറിയ തേങ്ങേൻ്റെ പകുതി ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ വെളുത്തുള്ളിയോ ചെറിയുള്ളിയോ ഒന്നും ചേർക്കേണ്ട. ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വറുത്തിട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ പച്ചത്തേങ്ങ നമ്മൾ അരച്ചിട്ട് ചെയ്യില്ലേ, അതുപോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അടുത്തത് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ്. അപ്പോൾ പെരിഞ്ജീരകം ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ ചേർത്ത് ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവറെല്ലാം മാറിപ്പോവും. അപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കളറിൽ വന്നതിന് ശേഷം നമ്മൾക്കിത് ചൂട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അടുത്തത് ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് പത്തിരി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചോറിനെല്ലാം ഉപയോഗിക്കുന്ന പുഴുങ്ങലരിയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ പൊന്നി പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി കുതിർത്ത് വെക്കുന്ന സമയത്ത് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഇതുപോലെ കഴുകിയെടുത്തതാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി ഉപയോഗിക്കാം. പച്ചരിയിലാണ് എടുക്കുന്നെങ്കിൽ അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുതിർത്തെടുത്തിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ കഴുകി നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് സെയിം കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തന്നെ
ഫ്രഷ് ആയിട്ട് തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 12 ചെറിയുള്ളി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം സവാള ചേർത്താലും മതി. അടുത്തത് ഇതിലേക്ക് പെരിഞ്ജീരകം ചേർക്കണം. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിത് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒന്നിച്ചങ്ങനെ ചേർക്കാൻ പാടില്ല, ആവശ്യത്തിന് കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മാവ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള വിധത്തിലായില്ലത്, അതുപോലെ തന്നെ ലൈറ്റ് തരിതരിപ്പും ഉണ്ടാവും. അപ്പോൾ അടുത്തത് മാവ് കട്ടിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കണം. ഞാൻ ഇതിലേക്ക് സാധാരണ പച്ചരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പത്തിരിപ്പൊടിയല്ലോ ഇല്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് പുഴുങ്ങലരി കുതിർത്തത് കൊണ്ടാണ് ഇതിലേക്ക് പച്ചരിപ്പൊടി ചേർക്കുന്നത്. നമ്മൾ പച്ചരിയാണ് കുതിർത്തെടുക്കുന്നെങ്കിൽ അതിലേക്ക് പുഴുങ്ങലരീൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ പത്തിരിപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിലേക്ക് പൊടി ചേർത്ത് വീണ്ടും നല്ല കട്ടിയിൽ തന്നെ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടാത്ത പരുവത്തിൽ ആ ഒരു കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പത്തിരി റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റീമർ തട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഈ മാവ് ചെറിയ ചെറിയ ഉരുളിയായിട്ട് ഉരുട്ടിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ചെറിയൊരു പത്തിരീൻ്റെ വലുപ്പത്തിൽ അങ്ങനെ ഉരുട്ടിയെടുക്കുക വേണ്ടത്. നമ്മൾ ഇതുപോലെ മാവ് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കണം. അതിൻ്റെ നടുക്ക് ലൈറ്റ് ഇരുന്ന് അമർത്തി കൊടുക്കാനും ശ്രദ്ധിക്കണം. ലൈറ്റ് ഒരു കുഴിവില്ല വിധത്തിൽ അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്താൽ മതി. നമ്മൾ ഒരുപാട് ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ റെഡിയാക്കിയതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തട്ടിലാണ് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. ഏകദേശം ഒരു 3-4 പേർക്ക് കഴിക്കേണ്ട അളവ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. 2 തട്ടിലായിട്ടാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഒരു തട്ട് ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. വെള്ളം തിളക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റീമർ തട്ട് വെച്ചിട്ട് ഇതൊന്ന് 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം വീണ്ടും എടുത്തിട്ട് അടുത്ത തട്ട് കൂടെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഉതിർന്ന രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത തട്ട് കൂടെ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും വെച്ചതിന് ശേഷം വീണ്ടും ഒരു 20 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിപ്പിക്കാം. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് വെന്ത് വരും. അപ്പോൾ ഇതുപോലെ 20 മിനിറ്റിന് ശേഷം എടുത്ത് നമ്മൾ ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. അടുത്തത് ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. 10 ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിന്. അത് നേരത്തെ വിധത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയുള്ളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിലാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല കളറിൽ വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴും മാത്രം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി അത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഇതുപോലെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് കുറച്ച് ലൂസായിട്ടില്ല പോലെ തോന്നും. പക്ഷെ നല്ലൊരു ലൂസിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ കുഞ്ഞിപ്പത്തിരി ഇതിലേക്ക് ചേർത്തിട്ട് അത് വെന്ത് വരുമ്പോൾ നല്ല രീതിയിൽ ഉതിർന്ന വിധത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ കുഞ്ഞിപ്പത്തിരി ഇതുപോലെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിപ്പിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ വേവിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ചേർത്ത കുഞ്ഞിപ്പത്തിരി ഒന്ന് ഒട്ടും ഉടഞ്ഞു പോകാണ്ട് മുഴുവനായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് കുറച്ച് ലൂസായിട്ടില്ല പോലെ തോന്നും. പക്ഷേ ഇതെല്ലാം ചൂട് തണുത്തിട്ട് എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് കട്ടിയാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചൂടെല്ലാം തണുക്കുന്ന സമയത്ത് ഒരുപാട് ഓവറായിട്ട് കട്ടിയായ പോലെ ഉണ്ടാവും. അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് ഇത് ചൂട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ലൊരു ഐറ്റമാണ്. നമുക്ക് സ്പെഷ്യൽ ഒക്കേഷനിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്